ഹലോ മക്കളെ, അപ്പോൾ എല്ലാവരും സ്കൂളൊക്കെ വീണ്ടും തുറന്ന് നമ്മളെല്ലാവരും പഠിക്കാനായിട്ട് സ്കൂളിൽ പോയി തുടങ്ങിയ ആ ഒരു സമയമാണല്ലേ. അപ്പോൾ അവധിക്കാലമൊക്കെ കഴിഞ്ഞു, കുറേ സമയം നമ്മൾ കളിച്ച് രസിച്ച് ആസ്വദിച്ചൊക്കെ നടന്നു. ഇനി അങ്ങോട്ട് പഠിക്കേണ്ട ആ ഒരു സമയമായിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഫുൾ ടൈം ഇനി അങ്ങോട്ട് പഠിക്കേണ്ട സമയമാണോ? ഫുൾ ടൈം നമ്മൾ സ്കൂളിൽ പോകുന്നു, തിരിച്ച് വീട്ടിൽ വരുന്നു, വീണ്ടും പഠിക്കുന്നു, അങ്ങനെ മാത്രമാണോ നമ്മൾ ഇനി അങ്ങോട്ട് സമയം ചിലവഴിക്കേണ്ടത്? തീർച്ചയായും അല്ല. നമ്മൾ പഠനത്തോടൊപ്പം തന്നെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു പ്രായത്തിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്യണം? നമുക്കുള്ള കഴിവുകളും അതുപോലെ തന്നെയുള്ള കാര്യങ്ങളും നമ്മൾ വളർത്തിയെടുക്കേണ്ട പ്രായം കൂടിയാണിതല്ലേ. അപ്പോൾ നമുക്ക് ഈ ഒരു സ്കൂളിലെ പഠനത്തോടൊപ്പം തന്നെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റുന്ന മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് ഉള്ളത് എന്നാണ് മിസ് ഈ ഒരു വീഡിയോയിൽ പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് സ്പോർട്സ് ആൻഡ് ഗെയിംസ് ആണ്. അപ്പോൾ നമ്മുടെ ഫുട്ബോൾ ആയിക്കോട്ടെ, ക്രിക്കറ്റ് ആയിക്കോട്ടെ, ജമ്പിങ് ആയിക്കോട്ടെ, സൈക്ലിംഗ് ആയിക്കോട്ടെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു കായിക പ്രവൃത്തി എന്ന് പറയാം, അതിൽ നിങ്ങൾ ചെലവഴിക്കണം, സമയം ചെലവഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. കുറച്ച് സമയമെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു കായിക വിനോദം എന്ന് പറയില്ലേ, ഫുട്ബോൾ ആയിക്കോട്ടെ, ചിലർക്ക് കുറച്ച് പന്ത് കളിക്കാനായിരിക്കും ഇഷ്ടം, ചിലർക്ക് ഓടാനായിരിക്കും ഇഷ്ടം. അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഫിസിക്കലായിട്ടുള്ള കായികമായ അധ്വാനമുള്ള ഒരു കാര്യം, അതായത് നമ്മുടെ ബോഡിയൊക്കെ ഒന്ന് അനങ്ങി നമ്മളൊന്ന് ഉഷാറാവാനായിട്ട് അത് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് സമയം എല്ലാവരും എന്ത് ചെയ്യുക? മാറ്റിവെക്കാനായിട്ട് നോക്കുക. അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് മ്യൂസിക് എന്ന് പറയുന്നത്. അപ്പോൾ കുറേ പേർക്കും പാട്ട് പാടാനുള്ള കഴിവുള്ള മക്കളുണ്ടാവും അല്ലേ. അതുപോലെ പാട്ട് പാടാനായിട്ട് ഇഷ്ടമുണ്ട്, പക്ഷെ ശ്രമിക്കാത്ത കുറേ പേരുണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരു സമയത്ത് എന്ത് ചെയ്യാം? പാട്ട് പഠിക്കാനും അതുപോലെ തന്നെ അതിന് ടാലൻ്റ് ഉള്ളവരാണെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഒരുപാട് സമയം നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? ചെലവഴിക്കാനായിട്ട് പറ്റും. ഇപ്പോഴേ നമുക്കതിന് പറ്റുള്ളൂ അല്ലേ, ഇപ്പോഴേ നമുക്കതിന് പറ്റുള്ളൂ. അപ്പോൾ അതിന് താല്പര്യമുള്ളവർ എന്ത് ചെയ്യുക? തീർച്ചയായും അതിന് വേണ്ടിയിട്ട് സമയം കണ്ടെത്തുക. അതുപോലെ തന്നെ ഇവിടെ കാണുന്നുണ്ട്, ഒരു കുട്ടി നീന്തുകയാണ് അല്ലേ, ഒരു കുട്ടി നീന്തുകയാണ്. യെസ്. അപ്പോൾ നീന്താനായിട്ട് ഇഷ്ടമുള്ള, സ്വിമ്മിങ്ങിന് താല്പര്യമുള്ളവരെന്ത് ചെയ്യുക? അതിന് വേണ്ടിയിട്ട് കുറച്ച് സമയം മാറ്റി വയ്ക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് ഡാൻസ് കളിക്കാനായിട്ട് ഒരുപാട് പേർക്ക്, മിക്കവർക്കും ഇഷ്ടമായിരിക്കും അല്ലേ. നല്ല സ്റ്റെപ്സൊക്കെ കളിച്ച് നല്ല ഡാൻസ് കളിക്കാനും അതുപോലെ തന്നെ ഡാൻസിൻ്റെ മേഖലയിൽ തിളങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും എന്ത് ചെയ്യാനായിട്ട് പറ്റും? ഓരോ ദിവസം കുറച്ച് സമയം അതിന് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാനായിട്ട് നോക്കുക. ഓക്കെ. അപ്പോൾ ഡാൻസ് കളിക്കാനൊന്നും അറിയില്ലെങ്കിൽ ചെറിയ ചെറിയ സിമ്പിൾ സ്റ്റെപ്സൊക്കെ ചെയ്തൊന്ന് പരിശീലിക്കുക. അത് നമ്മുടെ ബോഡിക്കും എല്ലാത്തിനും നല്ലതാണല്ലേ. നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ നല്ലോണം സന്തോഷിക്കും. ആ സന്തോഷം നമ്മുടെ പഠനത്തിലും നമുക്ക് കാണാനായിട്ട് പറ്റും. കുറച്ച് സമയം അതിന് വേണ്ടിയിട്ട് ചിലവഴിക്കുക. അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് പെയിൻറ്റിങ് അല്ലേ. ചിത്രം വരയ്ക്കാനും അതുപോലെ തന്നെ കളറിങ്ങിനും ഇഷ്ടമുള്ള ആൾക്കാരുണ്ടാവും. നന്നായിട്ട് പടം വരയ്ക്കാനും അതുപോലെ തന്നെ പെയിൻറ്റിങ്ങിനും അതുപോലെ കഴിവുള്ളവർ ഒരുപാട് പേരുണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് സമയം മാറ്റിവെക്കുക. നമ്മുടെ പാഠപുസ്തകത്തിലുള്ള ടെക്സ്റ്റ് ബുക്കിലുള്ള പിക്ചേഴ്സൊക്കെ എടുക്കുക, അതൊക്കെ വരയ്ക്കാനായിട്ട് നോക്കുക. അതുപോലെ വരയ്ക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. അതിന് വേണ്ടിയിട്ട് കുറച്ച് സമയം മാറ്റിവെക്കുക. അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് ക്രാഫ്റ്റ് വർക്ക് അല്ലേ. ഇതുപോലെ ചാർട്ട് പേപ്പറിലും അതുപോലെ തന്നെ വേസ്റ്റായിട്ട് നമ്മൾ കളയുന്ന പല സാധനങ്ങൾ കൊണ്ട് നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള വസ്തുക്കളൊക്കെ ഉണ്ടാക്കാനായിട്ട് പറ്റും. അപ്പോൾ യൂട്യൂബിൽ നമ്മൾ ചുമ്മാ കുറേ കാര്യങ്ങളൊക്കെ കണ്ടിട്ട് അല്ലേ, അത്ര നല്ലതൊന്നും അല്ലാത്ത അല്ലെങ്കിൽ നമുക്ക് വലിയ യൂസൊന്നും ഇല്ലാത്ത ഒരുപാട് കാര്യങ്ങൾ കണ്ട് നമ്മൾ ഒരുപാട് സമയം കളയുന്നുണ്ട്. ആ ഒരു സമയം നല്ല ഇഫക്റ്റീവായിട്ട് യൂസ് ആക്കാൻ നമുക്ക് എന്ത് ചെയ്യാം? ഇതുപോലുള്ള ക്രാഫ്റ്റ് വർക്കൊക്കെ നമുക്ക് ചെയ്യാം. അതായത് നമുക്ക് വേസ്റ്റായിട്ട് കിടക്കുന്ന പേപ്പർ കൊണ്ടോ അങ്ങനെ എന്തെങ്കിലും കൊണ്ട് നമുക്ക് ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ വെറുതെ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കുക, ഇതുപോലെ ഉണ്ടാക്കാനായിട്ട് പാരൻസിൻ്റെ ഹെൽപ്പ് വാങ്ങിക്കുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഇവിടെ കുറേ പിക്ചറിൽ കൊടുത്തിട്ടുണ്ടല്ലേ, വെറുതെ ജസ്റ്റ് എന്തെങ്കിലുമൊക്കെ കാണിച്ചിരിക്കുകയാണ്. അപ്പോൾ വേസ്റ്റായി കിടക്കുന്ന പെയിൻറ്റോ അതുപോലെ തന്നെ ചാർട്ട് പേപ്പറോ അതുകൊണ്ടൊക്കെ നമുക്ക് ഇതുപോലെ മനോഹരമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യമാണ് കരാട്ടെ അല്ലേ. അതിൽ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് എന്ത് ചെയ്യാം? അത് പഠിക്കാനായിട്ട് ശ്രമിക്കാം. ഓക്കെ. അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് കുക്കിംഗ്
അല്ലേ? പാചകം എന്ന് പറയുന്നത് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു പ്രായത്തിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങളൊന്നും ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടായിരിക്കില്ല. പക്ഷേ അച്ഛനും അമ്മയും കിച്ചണിൽ വർക്കൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം? അവരെ ഹെൽപ്പ് ചെയ്യാം അല്ലേ? ചെറുതായിട്ട് എന്തെങ്കിലും കഴുകി കൊടുക്കാനോ അല്ലെങ്കിൽ ഒന്ന് അരിഞ്ഞു കൊടുക്കാനൊന്നും പറ്റുന്നുണ്ടായിരിക്കില്ല. എന്നാലും എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ട്, പാത്രമൊക്കെ ഒന്ന് വാഷ് ചെയ്ത് കൊടുക്കാനോ അങ്ങനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും അല്ലേ? അതുപോലെ മറ്റൊരു കാര്യമാണ് ഗാർഡനിങ്. അതുപോലെ ചെടികളും അതുപോലെ പൂക്കളും ഒക്കെ നമ്മുടെ വീടുകളിലുണ്ടല്ലേ? എല്ലാവരുടെയും വീടുകളിൽ, മിക്കവരുടെയും വീടുകളിലുണ്ടാവും. അപ്പോൾ അതൊക്കെ നനയ്ക്കാനായിട്ട് വീട്ടുകാർ ചെയ്യുന്നുണ്ടെങ്കിൽ അതോടൊപ്പം തന്നെ നമുക്കും ചെന്ന് ഹെൽപ്പ് ചെയ്യാം. അത് നമുക്ക് സ്കൂളൊക്കെ വിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാവുന്ന കാര്യമാണല്ലേ? ചുമ്മാ TV കണ്ട് വെറുതെ കിടക്കുന്നതിന് പകരം ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മളുടെ മൈൻഡും റിലാക്സ്ഡ് ആവും. അതുപോലെ തന്നെ നമുക്ക് നല്ല ഉന്മേഷവും നല്ല എനർജിയും ഒക്കെ കിട്ടാനായിട്ട് അത് ഹെൽപ്പായി. ഓക്കെ, അതുപോലെ തന്നെ സൈക്ലിംഗ് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണല്ലേ? സൈക്ലിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് സൈക്കിളൊക്കെ ഉണ്ടാവും, സ്വന്തമായിട്ട് സൈക്കിളുള്ളവർ ഒരുപാട് പേരുണ്ടാവും. അപ്പോൾ അതെന്ത് ചെയ്യുക? കുറച്ച് സമയമെങ്കിലും സ്വന്തമായിട്ട് ഓടിക്കുക. അതുപോലെ തന്നെ ഫ്രണ്ട്സിനെയൊക്കെ മീറ്റ് ചെയ്യുക. അങ്ങനെ നമ്മുടെ ആ ഒരു സ്കൂൾ പഠനകാലം ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് എന്ത് ചെയ്യാനായിട്ട് ശ്രമിക്കുക? നല്ല അടിപൊളിയാക്കാനായിട്ട് ശ്രമിക്കുക. പഠനം മാത്രമല്ല ഇനി അങ്ങോട്ട് വേണ്ടത്, ഇതോടൊപ്പം തന്നെ നമുക്ക് വേണ്ട കാര്യങ്ങൾ ഗാർഡനിങ് ആയിക്കോട്ടെ, കുക്കിംഗ് ആയിക്കോട്ടെ, അതുപോലെ സ്പോർട്സ്, ഗെയിംസ്, ഡാൻസ്, പാട്ട്, എല്ലാത്തിലും നമുക്ക് അടിപൊളിയായിട്ട് തിളങ്ങാനായിട്ട് പറ്റണമെങ്കിൽ നമ്മൾ കുറച്ചായിട്ട് എന്ത് ചെയ്യുക? അതിപ്പോഴേ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പാരൻസിൻ്റെ ഹെൽപ്പ് ചോദിക്കുക. എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്യാനായിട്ട് ശ്രമിച്ചു നോക്കൂ കേട്ടോ. താങ്ക് യു.